മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മഹായുതിക്കാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും വിജയം പ്രവചിക്കുന്നത്. പാടെ തെറ്റിയ സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് മഹാവികാസ് അഘാഡി നേതാക്കൾ. 60% പേർ മാത്രമാണ് മഹാരാഷ്ട്രയിൽ വോട്ടവകാശം വിനിയോഗിച്ചത്. 8 പ്രധാന ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 4 ബി.ജെ.പി. ശിവസേന എൻ.സി.പി. സഖ്യത്തിന് വിജയം ഉറപ്പിക്കുന്നു. ചാണക്യ, മെട്രിക്സ്, പീപ്പിൾ പൾസ്, JCV സർവേകളിൽ 145 എന്ന മാജിക് നമ്പർ കടന്ന് മഹായുതിക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയം പ്രവചിക്കുന്നു. കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും എൻ.സി.പി. ശരത് പവാർ വിഭാഗവും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡിയുടെ വിജയം ഉറപ്പിക്കുന്നത് SAS പോൾസ് മാത്രമാണ്. ദൈനിക് ഭാസ്കർ ദിനപത്രത്തിന്റെ റിപ്പോർട്ടർമാർ നടത്തിയ സർവേയിൽ മഹാവികാസ് അഘാഡിക്ക് മേൽക്കൈ നൽകുന്നുണ്ടെങ്കിലും മഹായുതിയുടെ സാധ്യതകളെ പൂർണ്ണമായും തള്ളുന്നില്ല. പാർട്ടി തിരിച്ചുള്ള കണക്കുകളിൽ ഇരു മുന്നണികളിലുമായുള്ള 6 പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിച്ച ബി.ജെ.പി. തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് വ്യക്തമാക്കുന്നു. എൻ.സി.പിയിൽ ശരത് പവാറും അജിത് പവാറുമായുള്ള പോരിൽ ശരത് പവാർ പക്ഷത്തിനാണ് കൂടുതൽ സർവേകളും മേൽക്കൈ നൽകുന്നത്. ശിവസേനയിൽ ഷിൻഡെ പക്ഷത്തിനാണ് കൂടുതൽ സീറ്റ് പ്രവചിക്കുന്നത്. പ്രവചനങ്ങൾക്കപ്പുറമുള്ള ജനവിധി ഈ ശനിയാഴ്ച അറിയാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജാർഖണ്ഡിൽ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി.ജെ.പിയുടെ വിജയം പ്രവചിക്കുമ്പോഴും JMM സഖ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കപ്പുറമുള്ള വിജയം ബി.ജെ.പിയും JMMഉം ഒരുപോലെ അവകാശപ്പെടുകയാണ്. എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളിൽ ഭൂരിപക്ഷവും ബി.ജെ.പി. മുന്നണിക്ക് മേൽക്കൈ നൽകുന്നു. എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിക്കുന്നതല്ല ഭൂരിപക്ഷം ഫലപ്രവചനങ്ങളും. ആക്സിസ് മൈ ഇന്ത്യ മികച്ച ഭൂരിപക്ഷത്തോടെ JMM വിജയം പ്രവചിക്കുന്നു. 2019 ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JMM വിജയം പ്രവചിച്ചത് ആക്സിസ് മൈ ഇന്ത്യയാണ്. 81 അംഗ നിയമസഭയിൽ 53 സീറ്റാണ് JMMന് ഇവർ നൽകുന്നത്. മെട്രിക്സും പീപ്പിൾ പൾസും കേവല ഭൂരിപക്ഷമായ 41 കടന്നുള്ള ബി.ജെ.പി. വിജയം ഉറപ്പിക്കുന്നു. മെട്രിക്സ് ബി.ജെ.പിക്ക് 47 സീറ്റ് വരെ നൽകുമ്പോൾ പീപ്പിൾ പൾസ് 53 സീറ്റ് വരെ നൽകുന്നു. JCV ഫലം ബി.ജെ.പിക്ക് അനുകൂലമാണെങ്കിലും കുറഞ്ഞ സീറ്റായി നൽകുന്നത് 40 ആണ്. മിക്ക എക്സിറ്റ് പോളുകളും ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്ന് പ്രവചിക്കുമ്പോൾ മറിച്ച് JMM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്ന് പ്രവചിക്കുന്നവരുമുണ്ട്. എക്സിറ്റ് പോളുകളെ കവച്ചു വെക്കുന്ന വിജയം 23-നുണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെയും JMMന്റെയും നേതാക്കൾ ഒരുപോലെ പ്രതികരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.